സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ രണ്ടാമത്തെ പാഠത്തിലെ കിങ്സ്, ഫാമേഴ്സ് ആൻഡ് ടൗൺസ് എന്ന് പറയുന്ന നമ്മുടെ രണ്ടാമത്തെ പാഠത്തിലെ 6-ാം നൂറ്റാണ്ട് ബി സിയുടെ പ്രാധാന്യം, ഇന്ത്യ ചരിത്രത്തിൽ 6-ാം നൂറ്റാണ്ട് ബി സിയുടെ പ്രാധാന്യം എന്താണ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ബി സി 6-ാം നൂറ്റാണ്ട് ഇന്ത്യ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലായി പരിഗണിക്കപ്പെടുന്നത്. നമുക്കറിയാം, നമ്മുടെ രണ്ടാമത്തെ പാഠഭാഗം, അതായത് കിങ്സ്, ഫാമേഴ്സ് ആൻഡ് ടൗൺസ് എന്ന ആ പാഠഭാഗം ഡീൽ ചെയ്യുന്ന കാലഘട്ടം എന്ന് പറയുന്നത് ബി സി 600 മുതൽ സി 600 വരെയുള്ള കാലഘട്ടമാണ്. അതായത് 6-ാം നൂറ്റാണ്ട് ബി സി മുതൽ സി 6-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടമാണ് ഈ പാഠഭാഗം ചർച്ച ചെയ്യുന്നത്. അപ്പം എന്തുകൊണ്ട് 6-ാം നൂറ്റാണ്ട് ബി സി ഇ ഇന്ത്യ ചരിത്രത്തിലെ ഒരു നിർണായക കാലഘട്ടമായി കണക്കാക്കപ്പെടുന്നു, അല്ലെങ്കിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് അവിടെ ഉണ്ടായത് എന്ന കാര്യമാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ചർച്ച ചെയ്യുന്നത്. വളരെ ലളിതമായിട്ടുള്ള കുറച്ച് കാരണങ്ങളാണ് ഇതിൻ്റെ അകത്ത് നമുക്ക് കാണാൻ സാധിക്കും. എന്തുകൊണ്ട് 6-ാം നൂറ്റാണ്ട് ബി സി ഇന്ത്യ ചരിത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട കാലഘട്ടമായി മാറി എന്നത് സംബന്ധിച്ച് വളരെ ലളിതമായ കുറച്ച് കാരണങ്ങൾ അല്ലെങ്കിൽ കുറച്ച് ഘടകങ്ങൾ നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ സാധിക്കും. ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാരണം ഇൻക്രീസ് യൂസ് ഓഫ് അയണിൻ്റെ അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ വ്യാപകമായ ഉപയോഗം ഈ കാലഘട്ടങ്ങളിൽ ഉണ്ടാകുന്നുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. എന്തുകൊണ്ടാണ് ബി സി 6-ാം നൂറ്റാണ്ട് ഈ ഇന്ത്യ ചരിത്രത്തിലെ ഒരു നിർണായക കാലഘട്ടമായി പരിഗണിക്കപ്പെടുന്നു എന്നതിൻ്റെ ഒരു കാരണം ഇൻക്രീസ് യൂസ് ഓഫ് അയണാണ്. കാരണം നഗരവൽക്കരണത്തിനും അല്ലെങ്കിൽ ആയുധ നിർമ്മാണത്തിനും അല്ലെങ്കിൽ കാർഷിക ഉപകരണങ്ങൾ നിർമ്മിക്കുന്നതിനുമൊക്കെ വളരെ വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കിയ ഒരു ലോഹമാണ് അയൺ. അപ്പോൾ അയണിൻ്റെ വരവോട് കൂടിയിട്ട് നഗരവൽക്കരണത്തിനാണെങ്കിലും സാമ്രാജ്യവൽക്കരണത്തിനാണെങ്കിലും കാർഷികവൽക്കരണത്തിനാണെങ്കിലും വ്യാവസായികവൽക്കരണത്തിലാണെങ്കിലും വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചു. അപ്പോൾ ഈ ഇരുമ്പിൻ്റെ ഉപയോഗം വ്യാപകമായി നടക്കപ്പെടുന്നത് ഈ 6-ാം നൂറ്റാണ്ട് ബി സിയിലാണ്. സോ ഇൻക്രീസ്ഡ് യൂസ് ഓഫ് അയൺ ഈസ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് റീസൺ ഫോർ കൺസിഡറിങ് 6th century BC as the turning point in the history, in Indian history. അടുത്തത് ഡെവലപ്മെൻറ്റ് ഓഫ് കോയിനേജ്, നാണയ വ്യവസ്ഥയുടെ വളർച്ചയാണ്. ഇപ്പം ഈ കാലഘട്ടങ്ങളിലാണ് 6-ാം നൂറ്റാണ്ട് ബി സി മുതലാണ് ഇന്ത്യയിൽ വ്യാപകമായി നാണയങ്ങളൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങുന്നത്. അത് കച്ചവടത്തെയും വാണിജ്യത്തെയും ഒക്കെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുകയും കച്ചവടവും വാണിജ്യവും ഒക്കെ വളർന്നതോടുകൂടി രാജ്യങ്ങൾ സമ്പന്നമാവുകയും ചെയ്തു. കാർഷിക മേഖലയുടെ വളർച്ചയും ഒക്കെ ഇതോടൊപ്പം തന്നെ ഉണ്ടാകുന്നുണ്ട്. ദെൻ അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു ഘടകം 6-ാം നൂറ്റാണ്ട് ബി സി ഇന്ത്യ ചരിത്രത്തിലെ ഒരു നിർണായക കാലഘട്ടമായി പരിഗണിക്കപ്പെടുന്നതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് എമർജൻസ് ഓഫ് എർലി സ്റ്റേറ്റ്സ് ആൻഡ് സിറ്റീസ്. വളരെയധികം നഗരങ്ങൾ ഈ കാലഘട്ടങ്ങളിൽ ഉണ്ടാകപ്പെടുകയാണ്. നഗരങ്ങളും അതോടൊപ്പം തന്നെ രാജ്യങ്ങളും ഇവിടെ ഉണ്ടാകപ്പെടുകയാണ്. ധാരാളം രാജ്യങ്ങൾ ഉയർന്നു വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. കാരണം സാമ്പത്തികപരമായിട്ട് വളരെയധികം വളർച്ച ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുന്നുണ്ട്. അതേപോലെ തന്നെ ഇരുമ്പിൻ്റെ ഉപയോഗത്തോടുകൂടി ആയുധങ്ങളുടെയൊക്കെ ഉപയോഗം വളരെയധികം കൂടി. ഇതൊക്കെ യുദ്ധമൊക്കെ പ്രോത്സാഹിപ്പിക്കുകയും സാമ്രാജ്യങ്ങളും രാജ്യങ്ങളും ഒക്കെ ഉണ്ടാകപ്പെടുകയും ചെയ്യും. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഘടകമെന്ന് പറയുന്നത് പുതിയ റിലീജിയൻസ് ഈ കാലഘട്ടങ്ങളിൽ ഉണ്ടാവുകയാണ്, ഇന്ത്യയിൽ ഉടലെടുക്കുകയാണ്. നമുക്കറിയാം, ഇന്ത്യയിൽ ഉടലെടുത്ത പ്രധാനപ്പെട്ട 2 മതങ്ങൾ ജൈനിസവും ബുദ്ധിസവുമാണ്. ഈ 2 മതങ്ങളും ഉണ്ടായത് ഈ കാലഘട്ടത്തിൽ 6-ാം നൂറ്റാണ്ട് ബി സി ആണ്. അപ്പോൾ ഇത്രയും കാരണങ്ങൾ ഈ 6-ാം നൂറ്റാണ്ട് ബി സിയെ ഇന്ത്യ ചരിത്രത്തിലെ ഒരു നിർണായകമായ ഘടകമാക്കി മാറ്റുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഈ കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞു, ധാരാളം രാജ്യങ്ങൾ, സ്റ്റേറ്റുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. ധാരാളം ഉണ്ടായി, ചെറിയ ചെറിയ സ്റ്റേറ്റുകളുണ്ടായി. അതിൽ 16 വളരെ പ്രധാനപ്പെട്ട രാജ്യങ്ങളാണ്. ഈ കാലഘട്ടങ്ങളിൽ രാജ്യങ്ങൾ അറിയപ്പെടുന്നത് ജനപദങ്ങളെന്നാണ്.
ഈ ജനപദങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട 16 16 മഹാജനപദാസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. കംബോജ, ഗാന്ധാര, കുരു, സുരസേന, പാഞ്ചാല, മത്സ്യ, അവന്തി, ചേതി, വത്സ, കോസല, ഉജ്ജി, മല്ല, കാശി, അംഗ, മഗധ, അസ്മക തുടങ്ങി 16 മഹാജനപദങ്ങൾ ഈ കാലഘട്ടങ്ങളിൽ ഇവിടെ വളർന്നു വരികയാണ്. നോക്കാം, മഹാജനപദങ്ങളെല്ലാം ഏതാണ്ട് ഈ പ്രദേശത്തായിട്ടാണുള്ളത്. നമുക്ക് കംബോജ, ഗാന്ധാര, ഇന്ത്യക്ക് പുറത്താണ് കംബോജയും ഗാന്ധാരവും ഒക്കെ നിലനിൽക്കുന്നത്. തെക്കേ ഇന്ത്യയിലുള്ള ഒരു ഇതാണ് അസ്മക, ഒരു മഹാജനപദമാണ് അസ്മക എന്നറിയപ്പെടുന്ന മഹാജനപദം. അപ്പം ഇങ്ങനെ 16 മഹാജനപദങ്ങളാണ് ഇന്ത്യയിൽ ഈ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നത്. ഒരുപാട് മഹാജനപദങ്ങളുണ്ട്, അതിൽ 16 വളരെ ഫേമസ് ആയിരുന്നു. ആ 16 നമ്മൾ അതിൻ്റെ പൊസിഷനൊക്കെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. കാരണം ആ പോയിന്റിങ്ങിലൊക്കെ ചോദിക്കാവുന്നതാണ്. കംബോജ, ഗാന്ധാരമൊക്കെ ഇന്ത്യക്ക് പുറത്താണ്, ആധുനിക ഇന്ത്യക്ക് പുറത്താണ്. നമുക്ക് പാകിസ്ഥാനിലും അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാനിലുമൊക്കെ ആയിട്ടാണ് അത് സ്ഥിതി ചെയ്യുന്നത്. അസ്മക തെക്കേ ഇന്ത്യയിലാണ്, ബാക്കിയെല്ലാം ഏതാണ്ട് ഇന്ത്യയുടെ മധ്യഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി ഈ മഹാജനപദങ്ങളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. മഹാജനപദങ്ങൾ ദിസ് ഈസ് റൂൾഡ് ബൈ കിങ്സ് ഓർ ഗണാസ്. ഇതിനൊരു ഭരണാധികാരിയുണ്ട്, വളരെ കൃത്യമായിട്ടൊരു ഭരണാധികാരി ഈ മഹാജനപദങ്ങൾക്ക് ഉണ്ട്. ഇത് ഭരിക്കുന്നത് രാജാവോ അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാരോ ആണ്, ഒരു ഗണങ്ങളോ. ഇറ്റ് ഹാഡ് ഇറ്റ്സ് ഓൺ ക്യാപിറ്റൽ ഓഫൻ ഫോർട്ടിഫൈഡ്. കോട്ട കെട്ടി തിരിച്ച ഒരു തലസ്ഥാന നഗരം ഈ മഹാജനപദങ്ങൾക്ക് ഉണ്ട്. അതുപോലെ തന്നെ ഈ സാമ്രാജ്യങ്ങൾ പെർമനന്റ് സ്റ്റാൻഡിങ് ആർമീസിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതായത് സ്ഥിരമായിട്ടുള്ള ഒരു സ്ഥിരം സൈന്യത്തെ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അവരെ പ്രത്യേകം ഒരു ഉദ്യോഗസ്ഥ വൃന്ദമായിട്ടാണ് ആ കാലഘട്ടങ്ങളിൽ പരിഗണിക്കപ്പെടുന്നത്. അപ്പോൾ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ഈ മഹാജനപദങ്ങൾക്ക് സ്ഥിരമായിട്ട് സൈന്യമൊന്നും ഉണ്ടായിരുന്നില്ല. യുദ്ധം വരുമ്പോൾ ഉദ്യോഗസ്ഥരെയും അതുപോലെ തന്നെ കർഷകരെയും ഒക്കെ ഒന്നിച്ചു കൂട്ടി ഒരു സൈന്യത്തെ തട്ടിക്കൂട്ടി പോകുക എന്നുള്ളതായിരുന്നു അവരുടെ ഒരു ശരി. പിന്നെ ഈ മഹാജനപദങ്ങൾ തമ്മിൽ, രാഷ്ട്രങ്ങൾ തമ്മിൽ യുദ്ധമൊക്കെ സ്ഥിരമായി വന്നു കഴിഞ്ഞപ്പോൾ ഈ പെസൻട്രിയും അൺട്രെയിൻഡ് ആയിട്ടുള്ള ഈ സൈനികർ പോരാതെ വരികയും നീഡ് ട്രെയിൻഡ് സോൾജിയേഴ്സ്, പരിചയസമ്പന്നരായിട്ടുള്ള അല്ലെങ്കിൽ പരിശീലനം സിദ്ധിച്ച സോൾജിയേഴ്സിന് ആവശ്യമായിട്ട് വരികയാണ്. അങ്ങനെ അവർ അതിനുവേണ്ടി തന്നെ ഒരു പ്രത്യേക വിഭാഗത്തെ മാറ്റിയെടുക്കുകയാണ്. അങ്ങനെ ഒരു സ്ഥിരം സൈന്യത്തെ അവർ ഉപയോഗിക്കാൻ തുടങ്ങുകയാണ് 16ാം നൂറ്റാണ്ട് BC, അതായത് മഹാജനപദങ്ങൾ. അപ്പം ഇങ്ങനെ ഈ 16 മഹാജനപദങ്ങളുടെ പേര് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഈ 16 മഹാജനപദങ്ങളിൽ മഗധ എന്ന് പറയുന്ന മഹാജനപദമായിരുന്നു ഏറ്റവും ശക്തമായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഈ മഗധയുടെ പ്രത്യേകതകളും അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. വൈ മഗധ ബിക്കേം പവർഫുൾ മഹാജനപദാസ് എമംഗ് 16 മഹാജനപദാസ്, വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്യുക, പഠിക്കുക, മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു.